ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. മക്കളെ, SSLCക്ക് A+ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിച്ചാപ്പൊളി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. SSLC പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിലെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങളുടെ പേര് തന്നിട്ട് യവന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളോട് ഒരു 6 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറയുക. സാധാരണയായിട്ട് 6 മാർക്കിനാണ് ഈ ഒരു ചോദ്യം വരൽ, ചിലപ്പോൾ 5 മാർക്കിനും ചോദിച്ചേക്കാം. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ആയതുകൊണ്ട് ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചങ്ങന്മാരെ, നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എന്നാലേ ഇതെല്ലാം ഒന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരില്ല. ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാവും. ഓക്കെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളോട് ചോദിക്കാവുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാലേ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഇമ്പളൊരു ഉഡായിപ്പ് ക്വസ്റ്റ്യനെയറും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നിനല്ല, നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളല്ലാതെ വല്ല റൈറ്റേഴ്സിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടൊരു ചോദ്യം വന്നാൽ, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും ഒരു റൈറ്ററെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട പടപ്പേ, ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഉഡായിപ്പ് 6 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പഠിച്ചു വെച്ചിട്ട് ചാമ്പിക്കോ, നോ പ്രോബ്ലം, 6 മാർക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ മാർത്തയുടെ ഒരു ക്വസ്റ്റ്യനെയർ നോക്കാം. അതായത് മാർത്തയെ നിങ്ങളോട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തൊക്കെ ചോദിക്കാമെന്ന്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത്, വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ വെൻ യു റിസീവ്ഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്? ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയ സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു? രണ്ടാമത്തത്, ഹൗ മച്ച് എഫേർട്ട് ഡിഡ് യു പുട്ട് ഇൻ ടു ദിസ് അച്ചീവ്മെൻറ്റ്? ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിനായിട്ട് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? ഇനി മൂന്നാമത്തത്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്? ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷയം? വൈ? എന്തുകൊണ്ടാണ്? അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റാക്കിൾ ഡിഡ് യു ഹാവ് എവർ ഫേസ്ഡ് ഇൻ ലൈഫ്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നോളം ഫേസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്തായിരുന്നു? ഹു ഇൻസ്പയർഡ് യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്? ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരാണ്? 6ാമത്തത്, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു ദ കമ്മിങ് ജനറേഷൻ? എന്ത് സന്ദേശമാണ് നിങ്ങൾ വരും തലമുറയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇനി അടുത്തത്, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന ചാപ്റ്ററിലെ അടിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഫസ്റ്റ് ചോദ്യം, വെൻ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്? നിങ്ങൾ എപ്പോഴാണ് എഴുത്ത് തുടങ്ങിയത്? അവരൊരു എഴുത്തുകാരി കൂടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. രണ്ടാമത്തത്, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് കാരിയർ അച്ചീവ്മെൻറ്റ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ദെൻ മൂന്നാമത്തത്, വിച്ച് ബുക്ക് ഹാഡ് ദ ബിഗ്ഗസ്റ്റ് ഇമ്പാക്റ്റ് ഓൺ യു? വൈ? ഏത് പുസ്തകമാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്? എന്തുകൊണ്ട്? നാലാമത്തത്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റാക്കിൾ യു ഹാവ് എവർ ഫേസ്ഡ് ഇൻ ലൈഫ്? നേരത്തെ നമ്മൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഇനി 5ാമത്തത്, വാട്ട് ക്യാരക്ടറിസ്റ്റിക് ഡു യു അഡ്മയർ മോസ്റ്റ് ഇൻ അതേഴ്സ്? മറ്റുള്ളവരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന സ്വഭാവ സവിശേഷത ഏതാണ്? 6ാമത്തത്, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു ദ ന്യൂ ജനറേഷൻ റൈറ്റേഴ്സ്? പുതിയ ജനറേഷനിലുള്ള റൈറ്റേഴ്സിനോട്, എഴുത്തുകാരോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകാനുള്ളത്? ഇനി അടുത്തത്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ നമ്മുടെ മിസ്റ്റർ ജോൺ ഉണ്ടല്ലോ, മൂപ്പരോട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തത്, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ സോഷ്യൽ വർക്കർ? ഒരു സാമൂഹിക പ്രവർത്തനമായി മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? രണ്ടാമത്തത്, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ യൂത്ത് ടുഡേ? ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മൂന്നാമത്തത്, ഹൗ ക്യാൻ വി സേവ് അവർ യങ് ജനറേഷൻ ഫ്രം ദ ഡ്രഗ് അബ്യൂസ്? ഈ ലഹരിയുടെ ദുരുപയോഗത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ തലമുറയെ എങ്ങനെ രക്ഷിച്ചെടുക്കാം? നാലാമത്തത്, വാട്ട് ഈസ് യുവർ ഡ്രീം അബൌട്ട് ദി സൊസൈറ്റി? ഇന്നത്തെ സമൂഹത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വപ്നം എന്താണ്? 5ാമത്തത്, വുഡ് യു ലൈക്ക് ടു ഗിവ് എനി അഡ്വൈസ് ടു അവർ യൂസ്? നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ? ഇനി 6ാമത്തത്, ആർ യു ഫുള്ളി സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് ഫീൽഡ്? നിങ്ങൾ ഈ ഒരു മേഖലയിൽ പൂർണ്ണ തൃപ്തനാണോ? ഇനി അടുത്തത്, മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറഞ്ഞ സ്ക്രീൻ പ്ലേയുടെ ഡയറക്ടറായിട്ടുള്ള മാജിദ് മജീദിയോടുള്ള ചോദ്യങ്ങളാണ്. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ പേര്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തത്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ കറന്റ് ഫിലിം ഇൻഡസ്ട്രി? ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രണ്ടാമത്തത്, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ മോഡേൺ ഫിലിം മേക്കേഴ്സ്? ആധുനിക ഫിലിം ഡയറക്ടർമാർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ദെൻ മൂന്നാമത്തത്, ഹൗ ഡിഡ് യു ഗെറ്റ് ദ തീം ഓഫ് ചിൽഡ്രൻ ഓഫ് ഹെവൻ? ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമയുടെ തീം
എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? നാലാമത്തത്, ഡിഡ് യു ഹാവ് എനി എക്സ്പെക്ടേഷൻസ് ടു ഗെറ്റ് എ വേൾഡ് വൈഡ് അറ്റൻഷൻ ഫോർ ദിസ് ഫിലിം? ഈ ഒരു സിനിമയ്ക്ക് ലോകവ്യാപകമായി ശ്രദ്ധ കിട്ടുമെന്ന് നിങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നോ? അഞ്ചാമത്തത്, വുഡ് യു ലൈക്ക് ടു ഗിവ് എനി അഡ്വൈസ് ടു ദ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ്? പുത്തൻ തലമുറയിലുള്ള ഡയറക്ടർമാർക്ക് എന്തെങ്കിലും ഉപദേശം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? ആറാമത്തത്, ഡു യു എക്സ്പെക്ട് എൻ ഓസ്കാർ നോമിനേഷൻ ഫോർ ദിസ് ഫിലിം? ഈ ഒരു സിനിമയ്ക്ക് നിങ്ങളൊരു ഓസ്കാർ നോമിനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആദ്യം നമുക്ക് ഹോമിയോപ്പതിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതായത് ആ സ്നേക്കിൻ്റെ എൻകൗണ്ടറിന് ശേഷം ഹോമിയോപ്പതിനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് ചോദിക്കുന്ന രീതിയിലാണ് പറയാം. ഓക്കെ, സ്നേക്ക്, നിങ്ങൾ എങ്ങനെയാണ് പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്? രണ്ടാമത്തത്, ആർ യു സ്റ്റിൽ ലിവിങ് ഇൻ ദ സെയിം റെൻറ്റഡ് ഹൗസ്? അതേ വാടക വീട്ടിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത്? ഇനി മൂന്നാമത്തത്, വാട്ട് ഡിഡ് യു ഫീൽ വെൻ ദ സ്നേക്ക് ഹാഡ് കോയിൽഡ് യു? ആ പാമ്പ് നിങ്ങളെ ചുറ്റിയ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെ എന്താണ് അനുഭവപ്പെട്ടത്? ഇനി, ഡിഡ് യു ലോഡ്ജ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസ് റിഗാർഡിംഗ് ദ റോബറി? നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുള്ള ആ കൊള്ളയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ മോഷണ ശ്രമത്തെക്കുറിച്ച് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഡിഡ് യു സീ ദ കോബ്ര ദ നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം നിങ്ങൾ ആ പാമ്പിനെ കണ്ടോന്ന്. ഇനി ആറാമത്തത്, വേ ഡിഡ് യു ഗോ ആഫ്റ്റർ എസ്കേപ്പിംഗ് ഫ്രം ദ സ്നേക്ക്? അതായത് പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം നിങ്ങൾ എവിടേക്കാണ് പോയത്? ഓക്കെ, അപ്പോൾ ഈ 6 ചോദ്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 6 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 6 മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗൂപ്പിഗൈൻ ബഗാബൈൻ എന്ന സിനിമയ്ക്ക് ശേഷം സത്യജിത് റായിയെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് ഒരു ക്വസ്റ്റ്യനയർ തയ്യാറാക്കാനായിരിക്കും. ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് എ ടൈഗർ ഫോർ ദ ഫിലിം? അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കടുവയെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തത്, വാസ് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട് ടു മേക്ക് എ ഫിലിം വിത്ത് എ ടൈഗർ? അതായത് ഒരു കടുവയെ ഉപയോഗിച്ചിട്ട് സിനിമ എടുക്കുക എന്നുള്ളത് ശരിക്കും ബുദ്ധിമുട്ടാണോ എന്ന്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നോ എന്ന്. ഇനി മൂന്നാമത്തത്, വാട്ട് വേർ ദ പ്രിക്കോഷൻസ് ഡു യു ടേക്ക് വൈൽ ഷൂട്ടിംഗ് ദ സീൻ? ആ ഒരു സീന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തത്, ഡിഡ് ദ ടൈഗർ ആക്ട് നാച്ചുറലി ആസ് യു വിഷ്? നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല നാച്ചുറലി സ്വാഭാവികമായ രീതിയിൽ കടുവ ആക്ട് ചെയ്തോ എന്നാണ് ചോദിച്ചത്. ഇനി അഞ്ചാമത്തത്, ഈസ് ദർ എനി ലീഗൽ പ്രോബ്ലം വൈൽ മേക്കിംഗ് എ ഫിലിം വിത്ത് വൈൽഡ് ആനിമൽസ് ഇൻ ഇറ്റ്? ഈ വന്യമൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ എടുക്കുന്നതിൽ എന്തെങ്കിലും ലീഗലായിട്ട് പ്രോബ്ലം, നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഇനി ആറാമത്തത്, ഡു യു ഹാവ് എനി പ്ലാൻ ടു മേക്ക് മോർ സച്ച് ആനിമൽ മൂവീസ് ഇൻ ഫ്യൂച്ചർ? ഭാവിയിൽ കൂടുതൽ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകൾ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, പദ്ധതിയുണ്ടോ എന്നാണ് ആറാമത്തെ ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉഡായിപ്പ് വേഷനിലേക്ക് കടക്കാം. അതായത് ഏതെങ്കിലും ഒരു റൈറ്ററുടെ പേര് എന്നിട്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 6 അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്? നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് എന്താണ്? രണ്ടാമത്തത്, വിച്ച് ഈസ് യുവർ ഫസ്റ്റ് വർക്ക്? നിങ്ങളുടെ ആദ്യത്തെ വർക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്? നിങ്ങൾ എപ്പോഴാണ് എഴുതി തുടങ്ങിയത്? ഇനി മൂന്നാമത്തത്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണ്? വൈ? എന്തുകൊണ്ടാണ്? നാലാമത്തത്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റാക്കിൾ യു ഹാവ് എവർ ഫേസ്ഡ് ഇൻ യുവർ കരിയർ? നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ച് എന്താണ്? അടുത്ത അഞ്ചാമത്തത്, ഹു ഇൻസ്പയർഡ് യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരാണ്? വൈ? എന്തുകൊണ്ട്? ആറാമത്തത്, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗീവ് ടു ദ കമ്മിങ് ജനറേഷൻ? വരും തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള മാർക്ക് മിസ്സാവില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെടുത്തിട്ട് പഠിക്കുക. പിന്നെ ഇതെന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളൂ. പിന്നെ ചില ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ നോട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്തരം കുട്ടികൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് കാണാതെ പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഉപകാരമുണ്ട്. ഒന്ന്, ഫുൾ മാർക്ക് കിട്ടുന്നു മാത്രമല്ല, വെറുതെ പരീക്ഷകളിൽ നിന്ന് കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നെങ്ങാണ്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതുമ്പോൾ ചിലപ്പം ചെറുതായിട്ടൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വരും. ഡൂഡിൻ്റെ അടുത്ത് ഡിഡിടും, ഈസറിൻ്റെ അടുത്ത് വാസിടും. എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കണേ? അപ്പം ഇതൊക്കെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണാതെ പഠിച്ചാൽ അത്രയും നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും all the best.